അങ്ങനെ ഏകദേശം ഒരു വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം iPhone 12 ലൈനപ്പിന്റെ ലോഞ്ച് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ലോഞ്ചിൽ സംഭവിച്ച കാര്യങ്ങൾ, എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഏതൊക്കെ പ്രൈസിലാണ് ഉള്ളത്, നമുക്കത് റിവൈസ് ഏതൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും ലാഭകരമായിട്ട് മാറാൻ പോകുന്നത് എന്നുള്ള പറഞ്ഞ് ഏകദേശം 1.5 മണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്ന ആ ഇവന്റിന്റെ വളരെ ഷോർട്ടായിട്ടാണ് നിങ്ങളുടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി വരെ ആദർശ്, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആപ്പിളുടെ ഏത് പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്ന അതിന്റെ ഇക്കോസിസ്റ്റം നമുക്ക് ഉള്ളപ്പോൾ, അതായത് ആപ്പിളുടെ വാച്ച്, മാക്കിന്റെ കമ്പ്യൂട്ടർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉള്ളപ്പോഴത്തേക്കാണ് ഒരു എക്കോസിസ്റ്റം കംപ്ലീറ്റ് ആവുന്നത്. ആ എക്കോസിസ്റ്റത്തിലേക്ക് പുതിയൊരു അതിഥി കൂടെ ഇപ്പോൾ ആപ്പിളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. ആപ്പിളിന്റെ സ്വന്തം സ്മാർട്ട് സ്പീക്കറായ ഹോം ബോർഡ് മിനി, അതിലിപ്പോൾ വളരെ പുതിയ ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഹോം ബോർഡ് മിനി ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ $99, അതായത് 7500 ഇന്ത്യൻ റുപ്പീസിനാണ് ഹോം ബോർഡ് മിനി ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഹോം ബോഡി വിനിൽ വളരെ ധാരാളം ഫീച്ചേഴ്സ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ, വീട്ടിലിപ്പോൾ 4-5 ഹോം ബോർഡ് ഉണ്ടെന്ന് കരുതുക. അച്ഛൻ്റെ റൂമിൽ ഒരെണ്ണം, അമ്മയുടെ മുറിയിൽ ഒരെണ്ണം, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ഹോം ബോർഡ്, നമ്മുടെ റൂമിൽ ഹോം ബോർഡോട് പറയുകയാണ് അച്ഛൻ്റെ അടുത്ത് ഈ കാര്യം റിമൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ആ സ്ഥലത്തോട് പോകാൻ പറയുക, അല്ലെങ്കിൽ സാധനം മേടിച്ചിട്ട് വരാൻ പറയുക. എന്തെങ്കിലും കാര്യം നമ്മുടെ ഹോം ബോർഡിലേക്ക് റിമൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും നേരെ ഫാദറിൻ്റെ റൂമിലുള്ള ഹോം ബോർഡ് ഏതാണ്, അല്ലെങ്കിൽ മദറിൻ്റെ റൂമിലുള്ള ഹോം ബോർഡ് ഏതാണോ അതിൽ ആ മെസ്സേജ് കിട്ടും. അങ്ങനെ ഒരു വളരെ സ്മാർട്ടുള്ള എക്കോ സിസ്റ്റം അവർ വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആപ്പിളുടെ കാര്യം. വേറെയും ധാരാളം ഫീച്ചേഴ്സ് ഈ ഹോം ബോർഡിലുണ്ട്. നമുക്ക് എന്തായാലും ആ കാര്യത്തോട് കടക്കണ്ട, നമുക്ക് നേരെ നമ്മുടെ iPhone 12 പോവാം. ഫസ്റ്റ് തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത iPhone 12 ആണ്. വളരെ രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മുടെ iPhone 11 നിന്ന് 12 കാണാൻ സാധിക്കുന്നത്. മെയിനായിട്ട് പറയുന്നത് ഡിസ്പ്ലേയുടെ കാര്യം തന്നെ. കാരണം ഇതുവരെ LCD ഡിസ്പ്ലേ ആണ് നമ്മുടെ iPhone 10R, 11 ആ ഒരു റേഞ്ചിലുള്ള ഡിവൈസ് അവർ കരുതിയിരുന്നത്. എന്നാൽ LCD പാനലിൽ വരെ ഇത്തവണ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ, ചുരുക്കി പറയാൻ നമ്മുടെ സാധാരണ OLED ഡിസ്പ്ലേ ആണ് ആദ്യമായിട്ട് നമ്മുടെ iPhone 12 ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. iPhone 12 കാര്യം മാത്രമല്ല, iPhone 12 ഏറ്റവും ചെറിയ വേർഷനായ iPhone 12 mini, iPhone 12, iPhone 12 Pro, 12 Pro Max, ഈ 4 ഡിവൈസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ 4 ഡിവൈസിൽ നമുക്കിനി OLED ഡിസ്പ്ലേനെ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം അതിൻ്റെ ബെസൽസ്. നമുക്കറിയാം നമ്മുടെ LCD പാനൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും ബെസൽസ്, സൈഡിനുള്ള സ്ക്രീൻ ടു ബോഡി റേഷ്യോ കറക്റ്റായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പോൾ OLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഡിസ്പ്ലേ മാക്സിമം, അതായത് സ്ക്രീനിൻ്റെയും ബോഡി ആയിട്ടുള്ള ഡിസ്പ്ലേ മാക്സിമം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എല്ലാ ഡിവൈസിനും 5G ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ 5G അല്ല, millimeter 5G. അതായത് 2 ടൈപ്പ് 5G ഉണ്ടെന്ന് നമുക്ക് പറയാം. millimeter wave 5G ഉണ്ട്, സാധാരണ 5G ഉണ്ട്. സാധാരണ 5G നമുക്കിപ്പോൾ ഒരു 500 MBPS ഒക്കെ കിട്ടുവാണെങ്കിൽ, millimeter 5G ആണെങ്കിൽ നമുക്ക് 4 GBps ഒക്കെ വരെയാണ് ഡൗൺലോഡ് സ്പീഡ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റുന്ന സാധാരണ സ്മാർട്ട് ഫോൺ ഇപ്പോൾ 5G ലോഞ്ച് ചെയ്യുന്നതൊക്കെ മിക്കവാറും ഈ millimeter 5G വേവ് വെച്ചല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സാധാരണ 5G മോഡമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ബ്രെയിൻ. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ആപ്പിളുടെ A14 ബയോണിക് ചിപ്സെറ്റ് വളരെ എഫിഷ്യൻറ്റും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പുതിയ ചിപ്സെറ്റാണ് ആപ്പിളുടെ A14 എന്ന് പറയുന്നത്. കാരണം വേൾഡിൽ തന്നെ ആദ്യമായിട്ടാണ് 5 നാനോമീറ്റർ പ്രോസസ്സിംഗ് വഴി നിർമ്മിച്ച ചിപ്സെറ്റ് മൊബൈലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ 6 കോർ CPU ആണ് വരുന്നത്. അത് കഴിഞ്ഞ പ്രോസസ്സറിനെക്കാളും 50% ഫാസ്റ്റർ ആണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. 4 കോറിൻ്റെ GPU ആണ് വരുന്നത്. അത് കഴിഞ്ഞ ജനറേഷനെക്കാട്ടും 50% ഫാസ്റ്റർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ചിന്തിക്കാനും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റായിട്ടും കാര്യം നടത്താനായിട്ടുള്ള ന്യൂറൽ എഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജനറേഷനിൽ 8 കോറാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് നേരെ ഡബിളായിട്ട് 16 കോറിലോട്ട് ആയിട്ടുണ്ട്. 16 കോറിലോട്ട് മാറി എണ്ണം കൂട്ടിയത് മാത്രമല്ല, ഏകദേശം 80% ഫാസ്റ്ററായിട്ട് ഇപ്പോൾ നമ്മുടെ iPhone 12 റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പിൻവശത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 2 ക്യാമറ കാണാൻ സാധിക്കുന്നത്. ഒരെണ്ണം അൾട്രാ വൈഡ് ക്യാമറ 12 MB, മറ്റൊരെണ്ണം സാധാരണ വൈഡ് ക്യാമറ, അതും 12 MB തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിന് പ്രത്യേകതയായിട്ട് ഇത്തവണ സ്മാർട്ട് HDR3 വരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് HDR ആണ്, ഹൈ ഡൈനാമിക് റേഞ്ച് വെച്ച് നല്ല പിക്ചറൊക്കെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു 2-3 ഫോട്ടോ ഓവർലാപ്പ് ചെയ്തെടുത്ത് നമുക്ക് ആ കളറൊക്കെ നല്ല കോൺട്രാസ്റ്റും സാച്ചുറേഷനും നല്ല കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഫോട്ടോസിൻ്റെ കാര്യം. ആ സ്മാർട്ട് HDR ഉള്ളതിന് തന്നെ ഇപ്പോൾ 3rd ജനറേഷൻ അവർ മാറ്റിയിരിക്കുകയാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പിക്ചറാക്കി നമുക്ക് ഇനി മുതൽ iPhone 12 കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 9 മോഡും വന്നിട്ടുണ്ട്. പ്രോ സീരീസിൽ മാത്രമാണ് നമ്മൾ 9 മോഡ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ ഏറ്റവും കുറഞ്ഞ iPhone 12 mini മുതൽ 12 Pro Max വരെ നമുക്ക് 9 മോഡ് കിട്ടാൻ പോവുകയാണ്. പിന്നെ എല്ലാ ഫോണുകളുടെയും പിന്നിലായിട്ട് MagSafe എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, നമ്മളെ വയർലെസ് ചാർജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് കേസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, ഫോണിൻ്റെ കവറൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫോണിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അറ്റാച്ച് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ഇനി മുതൽ ഫോണിൻ്റെ പിൻവശത്തായിട്ട് തന്നെ ഒരു സർക്കുലർ മോഡലിൽ മാഗ്നറ്റ്സ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചാർജർ പാഡിൽ നമ്മൾ ഫോൺ വയ്ക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചാർജിങ് കോയിലും ഈ ഒരു പാഡോട് അലൈനായി വളരെ അനായാസം നമുക്ക് നമ്മുടെ ഡെയിലി യൂസ് ചെയ്തതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ അനായാസമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ആപ്പിളിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് 2030 കാർബൺ വേസ്റ്റ് ഉണ്ടാക്കുന്നതിനാൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാക്സിമം കുറച്ച് റീസൈക്കിൾ ചെയ്ത് പുതിയ പ്രോഡക്ട്സ് നിർമ്മിക്കണമെന്നാണ് അവർ ലക്ഷ്യം വിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ, സത്യം പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല, കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഐഫോണിൻ്റെ കൂടെ നമുക്കിനി കിട്ടാൻ പോകുന്നത് ആ ബോക്സും ചാർജിങ്ങിൻ്റെ കേബിളും മാത്രമാണ്.
ചാർജിങ് കേബിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ USB PD ടൈപ്പ് ചാർജിങ് കേബിളാണ് കിട്ടാൻ പോകുന്നത്. അതായത് ഒരു സൈഡ് ടൈപ്പ് സിയും ഒരു സൈഡ് ലൈറ്റിംഗ് പോർട്ടും വരുന്ന കേബിളാണ് ഇനി മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പാക്കിൻ്റെ സൈസ് വളരെ രീതിയിൽ ചെറുതാക്കിയത് കൊണ്ട് തന്നെ കാർബൺ എമിഷൻ വളരെ രീതിയിൽ കുറയ്ക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതായത് 1000 മൊബൈൽ ഒരു വണ്ടിയിൽ കയറുന്ന സമയത്ത് ഇപ്പോൾ 1600-700 മൊബൈൽ ഒറ്റ സമയം ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയ ഐഫോണിൻ്റെ സൈസാണ് നമ്മുടെ ഐഫോൺ മിനിയിൽ കാണാൻ സാധിക്കുന്നത്. 5.4 ഇഞ്ച് ഡിസ്പ്ലേ ആണെങ്കിൽ ടോട്ടലായിട്ട് ആ മൊബൈൽ സൈസ് നോക്കുകയാണെങ്കിൽ വളരെ വളരെ ചെറുതാണ്. ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഏറ്റവും സ്മാളസ്റ്റും തിന്നസ്റ്റും ലൈറ്റസ്റ്റുമായിട്ടുള്ള 5G വരുന്ന മൊബൈൽ ഐഫോൺ 12 മിനി ആണെന്ന് ആപ്പിൾ തന്നെ അവരെ ഇൻട്രൊഡ്യൂഷനിൽ പറയുകയുണ്ടായി. നമുക്ക് ഈ 12 മിനിയുടെ പ്രൈസിങ്ങിലോട്ട് നോക്കാം. $699 12 മിനി ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഐഫോൺ 12ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ $799 ഐഫോൺ 12ന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടുപേരെ കാര്യം കൂടെ പറയാനുണ്ട്. ഐഫോൺ 12 പ്രോയുടെ കാര്യം, 12 പ്രോ മാക്സിൻ്റെ കാര്യം. ഇത് കഴിഞ്ഞ ജനറേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 5.8 ഇഞ്ച് ആയിരുന്നു ഐഫോൺ 11 പ്രോയുടെ സൈസ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ 12 പ്രോയിലേക്ക് വരുമ്പോഴത്തേക്ക് 6.1 ഇഞ്ചായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ 12 പ്രോ മാക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ച് ആയിരുന്നു ഐഫോൺ 11 പ്രോ മാക്സിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത്. അതിപ്പോൾ 6.7 ഇഞ്ചായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും സൈസുള്ള ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 12 പ്രോ മാക്സ് ആണ്. ഐഫോൺ 12 മിനിയും 12 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐഫോൺ 12 പ്രോയ്ക്കും പ്രോ മാക്സിനും വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത്. എന്നാൽ വിലയുടെ കാര്യത്തിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ഒരു സ്പെസിഫിക്കേഷൻ കാര്യത്തിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്ട്രാ ആയി നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസേഴ്സിനെക്കാട്ടും എക്സ്ട്രാ ആയിട്ട് ഒരു ടെലിഫോട്ടോ ലെൻസ് കൂടെ വരുന്നുണ്ട്. അതുകൂടാതെ ലൈഡാർ സെൻസർ കൂടെ വരുന്നുണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ ARലൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറാൻ പോകുന്ന ടെക്നോളജിയാണ് ഈ ലൈഡാർ ടെക്നോളജി. പിന്നെ പറയത്തക്ക രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പ്രൂവ് ആയ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ക്യാമറയെ സാധാരണ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നോക്കുകയാണെങ്കിൽ ക്യാമറ മോഡ്യൂളിൽ ആ ലെൻസിൻ്റെ ഭാഗമാണ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഷേക്ക് ഇല്ലാതെ അതായത് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് ഈ ക്യാമറ തന്നെ മൂവ്മെൻറ്റ് ഉണ്ടാകും. ആ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മളെ സ്റ്റെബിലൈസ് ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഇനി മുതൽ ഐഫോൺ 12 പ്രോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 12 പ്രോ മാക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ സെൻസറാണ് മൂവിങ് പാർട്ട്. അതായത് ലെൻസ് അല്ല മൂവിങ് പാർട്ട്, ക്യാമറയ്ക്കുള്ളിൽ സെൻസറാണ് മൂവിങ് പാർട്ട്. ഈ ഒരു ഫീച്ചറിനെ ആപ്പിൾ വിളിക്കുന്ന പേര് സെൻസർ ഷിഫ്റ്റ് ടെക്നോളജി എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിനി വരാൻ പോകുന്ന ഫോണിൽ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ തീർച്ചയായിട്ടും ഈ ടെക്നോളജി ഉപയോഗിച്ച് ഫോൺസ് ലോഞ്ച് ചെയ്ത് നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. ഐഫോൺ 12 പ്രോയിലും 12 പ്രോ മാക്സിലും 9 മോഡലിലും ഓട്ടോ ഫോക്കസിൻ്റെ കാര്യത്തിലും വളരെ അധികം ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ലീഡർ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് രാത്രിയുള്ള സമയങ്ങളുള്ള ഫോട്ടോഗ്രാഫിക്ക് ആയിരുന്നാൽ പോലും വളരെ പെട്ടെന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി അവസാനമായിട്ട് 2 പ്രോ മോഡലിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഐഫോൺ 12 പ്രോയുടെ പ്രൈസ് എന്ന് പറയുന്നത് $999 ആണ്. ഐഫോൺ 12 പ്രോ മാക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $1099 ആണ്. എന്നാൽ ഇപ്പോഴെങ്കിലും അവർ ആദ്യമായിട്ട് ബേസ് സ്റ്റോറേജ് അതായത് ഏറ്റവും കുറഞ്ഞ വേരിയൻ്റെ ബേസ് സ്റ്റോറേജ് 128 GB ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് വളരെ നല്ല ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം 64 GB എന്ന് നമുക്ക് ആ 4K റെക്കോർഡിങ് നമുക്ക് ചെയ്യാൻ കൂടെ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ 4K റെക്കോർഡിങ് ആയാൽ തന്നെ നമുക്കൊരു 30 GB ഒക്കെ സ്പേസ് സുഖമായിട്ട് ഫില്ല് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ബേസ് സ്റ്റോറേജ് 64 GB വെച്ചുള്ള മൊബൈൽ ലോഞ്ച് ചെയ്യാനുള്ള ഒരു ആവശ്യവും ഇല്ലായിരുന്നു ഇത്രയും കാലവും. എന്നാൽ ഇപ്പോൾ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി മുതൽ 128 GB ആയിരിക്കും അവരുടെ ബേസ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ ആപ്പിൾ ഇവൻ്റെ ഫുൾ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഷോർട്ടായിട്ട് ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നേക്കല്ല്. അപ്പോൾ എൻ്റെ പേര് ആദർശ്. താങ്ക്സ് ഫോർ വാച്ചിങ്.